അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മളെല്ലാവരും അത്തർ ഉപയോഗിക്കും, അതേപോലെ പെർഫ്യൂം ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആവട്ടെ അത്തറാവട്ടെ നമുക്ക് സ്മെല്ല് ചെയ്യുന്നില്ല എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ വ്യത്യാസം ഉള്ളത്. കുറച്ച് ടിപ്സുകൾ ഇന്ന് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ശരിക്കും കാണുക, ആ ടിപ്സ് അതേപോലെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അത്തർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യല്, കൈമ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ വരുന്നീര് എന്ത് ചെയ്യും, രണ്ട് സൈഡിലോ അല്ലെങ്കിൽ നെഞ്ഞിൻ്റെ ഭാഗത്തിപ്പടെ അല്ലെങ്കിൽ കയ്യിൻ്റെ പടം ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആക്കിയിട്ട് തേക്കാം അല്ലേ. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഏറ്റവും ഇതിൻ്റെ അടുത്താണ് വരിക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പണി എന്താ വെച്ചാൽ ആദ്യം അത്ര വെച്ചുകൊണ്ട് എന്താ ചെയ്യണം, അതിൻ്റെ സ്മെല്ലൊന്നും ഇങ്ങനെ നേരെ സ്മെല്ല് ഇങ്ങനെ നല്ലോണം വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ സ്മെല്ല് ഇതിൻ്റെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഈ തേച്ച അത്തറിൻ്റെ ഡയറക്റ്റ് അത്തറിൻ്റെ ആ സ്മെല്ല് നേരെ കയറാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ സ്മെല്ല് നമുക്ക് കിട്ടൂല. ഇതിൻ്റെ ആ എന്താ പറയുക കുത്തണ സ്മെല്ലാണ് നമുക്ക് കിട്ടുക. അത് കയറിനോട് കൂടി പിന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടൂല. അപ്പം നമ്മൾ ആദ്യം നമ്മളിങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്മെല്ല് കിട്ടാതെ വരുന്നത്. നമ്മൾ അതിൻ്റെ സ്മെല്ല് യഥാർത്ഥ സ്മെല്ല് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിങ്ങനെ തേച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിന് സ്മെല്ല് ഇട്ടാണെങ്കിൽ വിട്ടുന്ന ഇങ്ങനെ സ്മെല്ല് ചെയ്തൊക്കെ നമുക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്യാം. പിന്നെ അതല്ല, അത് ഇഷ്ടപ്പെടുന്ന തേക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ തേക്കുന്നതും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൈമ തേക്കണ്ട. നമ്മൾ ഇങ്ങനത്തെ കളറില്ലതാണെങ്കിൽ, കളറില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, കറയാവും. വെള്ളയൊക്കെ ആണെങ്കിൽ, കളർ ഷർട്ടാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളയാണെങ്കിൽ എന്ത് ചെയ്യും, കറയാവണേന് എന്ത് ചെയ്യുക, ഇതിങ്ങനെ മടക്കി പിടിക്കുക. ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇവിടെ തേക്കുക. നമ്മൾ കുറച്ചില്ല, മടക്കി പിടിച്ചിട്ട് ഇവിടെ ഈ നമ്മൾ ഏറ്റവും കുറച്ച് ആൾക്കാർ 2-3 പേരെ ഇങ്ങനെ വെച്ച് വെക്കുക. അതേപോലെ ഇവിടെയും ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ആക്കി കൊടുക്കുക. ഇനി കളറാണെങ്കിൽ മടക്കണ്ട, നമുക്ക് ഇവിടെ തേച്ചാൽ നമ്മുടെ സ്മെല്ല് കിട്ടുക. പുറത്തേക്കുമ്പോൾ ഇവിടെ ഞാൻ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് ആക്കിയിട്ട് ഇങ്ങനെ 2 കൈമ വരുന്നുണ്ടല്ല ജസ്റ്റ് ഒന്ന് ഞാൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ താഴെ ഭാഗത്തില്ലേ പള്ളൻ്റെ ഒക്കെ ഭാഗത്ത് ഇവിടെ ഞാൻ താഴത്തേക്ക് തേച്ച് കൊടുക്കുക. ഇത്ര തേച്ചാൽ മതി. പിന്നെ നമ്മൾ ഡയറക്റ്റ് തേക്കണമെങ്കിൽ ഇവിടെ അടിഭാഗത്തേക്ക് തേക്കാം. പിന്നെ നമ്മളെ അടുത്തുള്ള ആൾക്ക് സ്മെല്ല് കിട്ടണമെങ്കിൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ജസ്റ്റ് കുറച്ച് തേച്ചാൽ മതി. ഈ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇത്ര മതി. അത്ര തേക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ പരീക്ഷ നോക്കണ്ടേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നല്ല ലോങ് ലാസ്റ്റിങ്ങും കിട്ടും, അതേപോലെ തന്നെ നല്ല സ്മെല്ലും കിട്ടും. അത്തറിൻ്റെ പരമാവധി സ്മെല്ല് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് അടിക്കണ സമയത്ത് എന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി അടിക്കും. ഇവിടെ അടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് മൂക്കിൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് ഡയറക്റ്റ് കിട്ടും. ആ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ആ സ്മെല്ല് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് കുറച്ച് താഴെ അടിക്കുക. ഇവിടെ അതേപോലെ ഇവിടെ. ഇതാണ് പൾസാണ്. ഈ പൾസിൽ എന്ത് ചെയ്യുക, അടിക്കുക. ഇവിടെ അതേപോലെ ഇവിടെ അടിക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ 2 ഇവിടെ ആകുമ്പോൾ ഡ്രസ്സിൽ അടിക്കാനായിട്ട് നല്ലത്. കൈമ അടിക്കണമെങ്കിൽ നല്ലത് ഡ്രസ്സിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ട് അടിക്കുക. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് അടിക്കുക. ഇങ്ങോട്ട് നെഞ്ഞിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് കയറരുത്, താഴെ ഭാഗത്ത് ഇങ്ങനെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി വേറെയുള്ള ടിപ്സുകളുണ്ടായി, നമ്മൾ വേറെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരും. ഇപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ടിപ്സുകൾ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സുകൾ വേറെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്പർ പെർഫ്യൂം കമ്പനീൻ്റെ ഓഫറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ ആളുകളും ഗ്രൂപ്പിൽ കയറുക. ഗ്രൂപ്പിൽ ഓഫർ ഇനിയിപ്പോൾ സ്പ്രേൻ്റെ ഓഫർ വരാൻ നിൽക്കുകയാണ്. നമ്മൾ കോംബോ അത്ര പോയി കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് മറക്കണ്ട. നമ്മൾ ഗ്രൂപ്പിൽ എല്ലാവരും കയറാൻ മറക്കണ്ട. അതിൻ്റെ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലാണ് വരിക. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിലാണ് വരിക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അലംബർ പെർഫ്യൂമിൻ്റെ കൂടെ നിൽക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയാൻ എൻ്റെ വീട് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോംബോ അത്രപ്പിൽ ഓഫറൊക്കെ വരുന്നത്. അപ്പോൾ അതിലേക്ക് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, സഹകരിക്കുക. ഒരു കോംബോ അത്രോ അല്ലെങ്കിൽ പെർഫ്യൂമോ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതാ വെച്ചാൽ വാങ്ങി ഇതിനോട് കൂടെ നിൽക്കുക. അതേപോലെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ സന്ദേശങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊക്കെ അയച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.